Hi Makle, welcome back to Xylem. It's me Abdullah Bakar. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടല്ലേ ഇതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് കണ്ടന്റ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വന്നിരുന്നു അപ്പോൾ എല്ലാ മക്കളും സുഖമായിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഇതിനു മുമ്പ് ചെയ്ത ക്ലാസ്സസ് ഒക്കെ എല്ലാ മക്കളും എന്ത് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ അല്ലേ ഏറ്റവും എന്താ പറയുക ഒന്നാമത്തെ ചാപ്റ്റർ ചരിത്രത്തിലേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും എന്താ പറയുക നമ്മുടെ സ്കൂളിൻ്റെ ഒരു പിക്ചറൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇതിൻ്റെ സ്ലൈഡ് കാണിക്കുന്നുണ്ടല്ലേ നിങ്ങളുടെ സ്കൂളും ഇതുപോലെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പല മക്കളും പറയും ഞങ്ങളുടെ സ്കൂൾ ഇതുപോലെ നല്ല സാറേ ഞങ്ങളുടെ സ്കൂളിൻ്റെ സ്ട്രക്ചർ വേറെയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ സ്കൂളിൻ്റെ ബിൽഡിംഗ് ഇങ്ങനെ നല്ല മോശം എന്ന് പറയും എന്നാലും നിങ്ങളെല്ലാവരും എന്തിൻ്റെ ഭാഗമാണ് ഇതുപോലെ അല്ലെങ്കിൽ ഇതിന് സമാനമായിട്ടുള്ള മറ്റൊരു സ്കൂളിൻ്റെ ഭാഗമാണ് അല്ലേ അപ്പോൾ ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ഫസ്റ്റിന് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറയുന്നൊരു ഭാഗമാണ് വന്നിട്ടുള്ളത് അല്ലേ മക്കളെല്ലാവരും ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് ഇങ്ങനെ ഹോംവർക്കൊക്കെ ടീച്ചേഴ്സ് തരുന്ന സമയത്ത് അത് പെന്നിലൊക്കെ വെച്ചിട്ടുണ്ടാവും അല്ലേ ഇതെങ്ങനെ ഇപ്പോൾ ഈ ഒരു കുറിപ്പ് തയ്യാറാക്കേണ്ടതെന്നൊക്കെ അപ്പോൾ അവിടെ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ സ്കൂളിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ അവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് പ്രധാന അധ്യാപകരുടെ പേരുകൾ അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ പേരുകൾ അതുപോലെ തന്നെ എത്ര കുട്ടികളുണ്ട് കുട്ടികളുടെ എണ്ണം അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ലൈബ്രറി ലബോറട്ടറി സൗകര്യങ്ങളുണ്ടോ ലാബുണ്ടോ അല്ലെങ്കിൽ സ്കൂൾ ഗ്രൗണ്ടുകളുണ്ടോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് തയ്യാറാക്കേണ്ടത് നമ്മുടെ സ്കൂളിനെ കുറിച്ചുള്ള കുറിപ്പ് തയ്യാറാക്കേണ്ടത് അപ്പോൾ എല്ലാ മക്കൾക്കും അറിയാം നിങ്ങളുടെ സ്കൂളിലെ പ്രധാന അധ്യാപകൻ ആരാണ് അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ ആരാണെന്ന് എല്ലാ മക്കൾക്കും അറിയാം അല്ലേ എല്ലാ മക്കളും എന്ത് ചെയ്യുക അവരുടെ പേര് ആദ്യം കളക്ട് ചെയ്യുക അവരുടെ പേര് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ അപ്പോൾ എല്ലാ സ്കൂളിലും എന്തുണ്ടാവും ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും ഒരു പ്രധാന അധ്യാപകനോ പ്രധാന അധ്യാപികയോ ഉണ്ടാവും അല്ലേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്രധാന അധ്യാപകരുണ്ടാവും സ്കൂളിൽ ചിലപ്പോൾ എന്ത് ചെയ്യും ചൂരലൊക്കെ പിടിച്ച് നിൽക്കുന്ന പ്രധാന അധ്യാപകരുണ്ടാവും എന്നാലും 5ാം ക്ലാസ്സിലെ മക്കളൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും അവർ നല്ല കൂളായിട്ടായിരിക്കും നിങ്ങളോട് ബിഹേവ് ചെയ്യുക അല്ലേ അപ്പോൾ ഇവരുടെ പേരുകൾ എന്ത് ചെയ്യുക ആദ്യം കളക്ട് ചെയ്ത് വെക്കുക അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്തിട്ടുണ്ടാവും ഇവരുടെ പേരുകളൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോൾ തന്നെ ഇതാണ് എൻ്റെ ഹെഡ് മാസ്റ്ററിൻ്റെ പേര് അല്ലെങ്കിൽ ഇതാണ് എൻ്റെ പ്രധാന അധ്യാപകൻ്റെ പേര് എന്ന് എല്ലാ മക്കളും എന്ത് ചെയ്തിട്ടുണ്ടാവും കളക്ട് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ചോദിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്ന സമയത്ത് ഗുഡ് മോർണിംഗ് സാർ എന്നൊക്കെ പറയാറില്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ പേരുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും എല്ലാ മക്കളും കണ്ടെത്തിയിട്ടുണ്ടാവും ഇത് നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മറ്റൊന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ സ്കൂളിലെ കുട്ടികളുടെ എണ്ണമാണ് നമ്മൾ പറയുന്നത് കുട്ടികളുടെ പേരുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഫ്രണ്ട്സിൻ്റെ പേരുകളൊക്കെ മക്കൾക്ക് അറിയാം അല്ലേ അപ്പോൾ അതുപോലെ തന്നെ എത്ര ആളുകളുണ്ട് ആ എണ്ണം നിങ്ങളുടെ സ്കൂളിൽ എത്ര കുട്ടികളുണ്ട് അയ്യോ ഞങ്ങളുടെ സ്കൂളിൽ കുറേ കുട്ടികളുണ്ടല്ലോ അവരുടെയൊക്കെ എണ്ണം എങ്ങനെയാണ് എടുക്കുക എന്നുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ ഓരോ ക്ലാസ്സസിലും എത്ര കുട്ടികളുണ്ട് എന്നുള്ളത് അതത് ക്ലാസ്സസിന് എന്തുണ്ടാവും രജിസ്റ്ററിൽ ഉണ്ടാവും അല്ലേ അപ്പോൾ അതത് ക്ലാസ് ടീച്ചേഴ്സിനോട് ചോദിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് കണ്ടെത്താം അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ടോട്ടൽ എത്ര കുട്ടികളുണ്ട് ഇപ്പോൾ 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് ഇങ്ങനെ എത്ര 10ാം ക്ലാസ് വരെ ഉണ്ടെങ്കിൽ ആ 10ാം ക്ലാസ് വരെ എത്ര ഡിവിഷൻസ് ഉണ്ടോ ആ ഡിവിഷൻസിലൊക്കെ ടീച്ചേഴ്സിനോട് പോയി ചോദിക്കുക ഈ ക്ലാസ്സിൽ എത്ര കുട്ടികളാണുള്ളത് ടീച്ചറെന്ന് ചോദിക്കാം അപ്പോൾ ടീച്ചേഴ്സ് എന്ത് തരും കണക്ക് തരും അല്ലേ അവരുടെ പേരുകളും വേണമെങ്കിൽ ടീച്ചേഴ്സ് തരും അല്ലേ കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം തയ്യാറാക്കാനാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് എന്ത് തരും അവരുടെ പേരുകളടക്കം നിങ്ങൾക്ക് തരും അപ്പോൾ പേരുകളടക്കം നിങ്ങൾക്ക് എഴുതാൻ കുറേ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ ആ നമ്പേഴ്സ് മാത്രം എത്ര ആളുകളുണ്ട് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര ആളുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല മക്കളെ അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര ആളുകളുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടാ സ്കൂളിൽ എത്ര ആളുകളുണ്ട് നിങ്ങൾ കണ്ടെത്തിയോ നോക്കട്ടെ ഞാൻ അപ്പോൾ എന്ത് ചെയ്യുക ക്ലാസ് കഴിഞ്ഞ ശേഷം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എൻ്റെ സ്കൂളിൽ ഇത്ര കുട്ടികളുണ്ട് സാറേ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുക മക്കളെ കമൻറ്റ് ചെയ്യട്ടാ അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്നുണ്ടാവും നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചേഴ്സ് ഉണ്ടാവും അല്ലേ നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും ചിലപ്പോൾ ഹൈസ്കൂൾ ടീച്ചേഴ്സ് ആയിരിക്കും അവർ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടാവില്ല എന്നാലും അവർ എവിടെ ഉണ്ടാവും നിങ്ങളുടെ സ്കൂളിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവും അല്ലേ അപ്പോൾ അധ്യാപകനോ അല്ലെങ്കിൽ അധ്യാപികയോ ഉണ്ടാവും അല്ലേ അപ്പോൾ അവരുടെ പേരുകൾ എന്ത് ചെയ്യുക കണ്ടെത്താം നിങ്ങളെ ക്ലാസ് നിങ്ങൾക്ക് എന്തായാലും ഒരു ഫേവറേറ്റുള്ള ടീച്ചേഴ്സ് ഉണ്ടാവും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിലപ്പോൾ അത് ക്ലാസ് ടീച്ചർ തന്നെ ആവാം അല്ലേ അല്ലെങ്കിൽ ചിലപ്പോൾ സോഷ്യൽ ടീച്ചേഴ്സിനെ ആവാം അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സ് ഉണ്ടാവും ചിലപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന മറ്റു ടീച്ചേഴ്സ് ഉണ്ടാവും എല്ലാ ടീച്ചേഴ്സിനും നമ്മൾ ഇഷ്ടപ്പെടണം അപ്പോൾ ആ ടീച്ചേഴ്സിൻ്റെ ഒക്കെ എന്ത് കളക്ട് ചെയ്യുക പേരുകൾ കളക്ട് ചെയ്യുക അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അതിന് സ്കൂളിൽ പോകുന്ന സമയത്ത് എല്ലാ ടീച്ചേഴ്സിനോടും സാറിൻ്റെ പേരെന്താണ് അങ്ങനെ ചോദിച്ച് ബാക്ക് നടക്കണ്ട ഇങ്ങനെ ഒരു കാര്യം തയ്യാറാക്കാനാണ് ഇങ്ങനെ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് അപ്പോൾ സാറിൻ്റെ പേരൊന്ന് പറയുമെന്ന് വെച്ചാൽ സാർ എന്ത് ചെയ്യും സിമ്പിളായിട്ട് പറഞ്ഞു തരും അല്ലേ അല്ലെങ്കിലും സാർമാർ എന്ത് ചെയ്യും അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് പേരൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരും അല്ലേ അപ്പോൾ അവരുടെ പേരുകളൊക്കെ എന്ത് ചെയ്യാം മക്കളെ ഒന്ന് കണ്ടെത്തി വെക്കാം പിന്നെ വരുന്നത്
നമ്മൾ പറയുന്നുണ്ട് സ്കൂളിലെ കുട്ടികൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ദെൻ നമ്മളോട് പറയുന്നുണ്ട് ലബോറട്ടറി ലാബ് സൗകര്യങ്ങളുണ്ടോ സ്കൂളിൽ എന്നുള്ളതും, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലാബൊക്കെ ഉണ്ടാവുമല്ലോ സ്കൂളിൽ, അത്തരം കാര്യങ്ങൾ എല്ലാ സ്കൂളിലും ഉണ്ടാവും അല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചും, അതുപോലെ തന്നെ നിങ്ങൾ സ്കൂളിൽ പോകാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്താണ്? PT ടൈം ഉണ്ടോ, അല്ലെങ്കിൽ കളിസ്ഥലങ്ങളുണ്ടോ, കളിക്കാൻ സമയമുണ്ടോ, അല്ലെങ്കിൽ എല്ലാ മക്കളും പറയും അല്ലേ 3 പീരീഡ് ക്ലാസ് എടുത്തില്ല, 4ാമത്തെ പീരീഡ് ഞങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ഫ്രീ പീരീഡ് എടുത്താൽ അല്ലെങ്കിൽ ഒന്ന് PTക്ക് പോട്ടെ എന്നൊക്കെ പറഞ്ഞ് മക്കൾ എന്ത് ചെയ്യും, ഒന്ന് ഇറങ്ങി ഓടാൻ കാത്തിരിക്കും അല്ലേ. അപ്പോൾ അതിനുള്ള നല്ല ഉഗ്രൻ ഗ്രൗണ്ട് ഉണ്ടോ, കളിസ്ഥലത്തിൻ്റെ അളവ് എത്രയാണ്, കളിസ്ഥലം എങ്ങനെയാണ്, എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, എന്താ പറയുക, ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഗേൾസ് ആണെങ്കിൽ റിങ്ങാണ് കളിക്കുന്നതെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കണ്ടെത്താം. അപ്പോൾ അതും നമ്മുടെ സ്കൂളിനെ കുറിച്ച് എഴുതാൻ, സ്കൂളിനെ കുറിച്ച് കുറിപ്പ് എഴുതുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ഇത്രത്തോളം മൈതാനമുണ്ട്, ഇത്രത്തോളം എന്തുണ്ട്, കളി സാധനങ്ങളുണ്ട്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും അല്ലേ. അപ്പോൾ ഗ്രൗണ്ട് ഉണ്ടോ എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യാം മക്കളൊന്ന് കണ്ടെത്താം. മറ്റൊന്ന് വരുന്നത് ബ്ലോക്സ് അല്ലെങ്കിൽ കെട്ടിടങ്ങളുടെ എണ്ണമാണ്. നിങ്ങളുടെ സ്കൂളിൽ ചിലപ്പോൾ ഒറ്റ ലെയർ ആയിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, ഒറ്റ ബ്ലോക്ക് ആയിരിക്കും അല്ലേ, നിരവധി ബ്ലോക്സ് ആയിട്ടുള്ള എന്തായിരിക്കും, കെട്ടിടങ്ങളായിരിക്കും നമുക്ക് അവിടെ, ബിൽഡിങ്സ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ നമ്പേഴ്സ് എത്രയാണ്, എത്ര ബ്ലോക്സ് ഉണ്ട്, ഈ കാര്യങ്ങളും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടെത്തുക. എത്ര നിലയുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് കണ്ടെത്താം. അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് അവിടെ കാണുന്ന സമയത്ത് ബുദ്ധിമുട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡിസ്ട്രിക്റ്റ് ഏതാണ്, അതുപോലെ തന്നെ താലൂക്ക് ഏതാണ്, വില്ലേജ് ഏതാണ് സ്കൂൾ സിറ്റുവേറ്റ് ചെയ്യുന്നത്, ഇതിനത് മുനിസിപ്പാലിറ്റി ആണോ, പഞ്ചായത്താണോ, കോർപ്പറേറ്റ് ആണോ, ഇങ്ങനെയുള്ള കോർപ്പറേഷൻ ആണോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി കണ്ടെത്താം. അപ്പോൾ അത് കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ കോഴിക്കോട് ജില്ലയിലാണ്, അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിലാണ്, അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലാണ്, ഏതെങ്കിലും ഒരു ജില്ലയിലാണെങ്കിൽ ആ ജില്ലയിൽ ഏത് താലൂക്കിലാണ് നിങ്ങൾ താമസിക്കുന്നത്, ഏത് വില്ലേജിലാണ് താമസിക്കുന്നത്, അത് പഞ്ചായത്താണോ, മുനിസിപ്പാലിറ്റി ആണോ, കോർപ്പറേഷൻ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരോട് ചോദിക്കുക, നിങ്ങളുടെ പാരൻസിനോട് ചോദിക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിനോടും ചോദിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ട് എന്തിനെക്കുറിച്ച് എഴുതുമ്പോൾ കണ്ടെത്തേണ്ടത്, നിങ്ങളുടെ സ്കൂളിനെ കുറിച്ച് എഴുതുന്ന സമയത്ത് കണ്ടെത്തേണ്ടത്. അപ്പോൾ നിങ്ങളുടെ സ്കൂൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, എത്ര വലിപ്പമുണ്ട്, അതുപോലെ തന്നെ എത്ര അധ്യാപകരുണ്ട്, അതുപോലെ തന്നെ എത്ര കുട്ടികളുണ്ട്, അതുപോലെ തന്നെ കളിസ്ഥലമുണ്ടോ, അതുപോലെ തന്നെ ലാബ് സൗകര്യങ്ങളുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് നിങ്ങൾ എന്ത് തയ്യാറാക്കേണ്ടത്, ഒരു കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ കുറേ പോയിന്റ്സ് ഒക്കെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്, എന്നാലും മക്കൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും, ഇതൊക്കെ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്. ഇതിൽ ഭൂരിഭാഗം കാര്യങ്ങൾ നിങ്ങൾക്ക് ആരോട് ചോദിച്ചാണ് കണ്ടെത്താം, നിങ്ങളുടെ സോഷ്യൽ സയൻസ് അധ്യാപകരോട് ചോദിച്ചു തന്നെ നിങ്ങൾക്ക് കണ്ടെത്താം. എന്താ പറയുക, നിങ്ങൾ അവരോട് ഏൽപ്പിക്കുക, അല്ലെങ്കിൽ അവരോട് പറയാം നമുക്ക് എവിടെയാണ്, പഞ്ചായത്താണോ അല്ലെങ്കിൽ നമ്മുടെ മുനിസിപ്പാലിറ്റി ആണോ, ഈ കാര്യങ്ങളൊക്കെ മക്കൾക്ക് അറിഞ്ഞിരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സാറൊന്ന് പറഞ്ഞു തരണം, അല്ലെങ്കിൽ ടീച്ചർ ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് അവരോട് തന്നെ ചോദിക്കാം. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇനി നമ്മൾ ലൈവ് സെഷൻ വരുന്നുണ്ടല്ലേ, യൂട്യൂബിൽ ലൈവ് സെഷൻ ഒക്കെ വരുന്നുണ്ട്. ഞാൻ തന്നെ വരും നിങ്ങളുടെ മുമ്പിലേക്ക്, സോഷ്യൽ സയൻസിൻ്റെ 1ാമത്തെ ചാപ്റ്റർ മുതൽ എന്ത് ചെയ്യും, നമ്മൾ ക്ലിയർ ആയിട്ട് എടുത്തു തരും. ആ സമയത്ത് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ടു ഓൾ.